പിണറായി ഭരണകാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം ഒന്നായിരുന്നു ഈ പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ടെർമിൽ എത്തിപ്പെടാനുള്ള ആ, വഴി അടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം, പിന്നെ മാധ്യമങ്ങൾക്കുള്ള വിലക്ക്. ഇത്തരം കുറേ കാര്യങ്ങൾ അദ്ദേഹം അതിനു മുമ്പ് തൊട്ട് മുമ്പ് വരെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരുടെ ഒന്നും മുഖ്യമന്ത്രിമാരുടെ കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെയൊക്കെ നിരന്തരം വിമർശിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ വിലക്ക് ഇനിയും ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ഈ വിലക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മൾ അതിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പിണറായി വിജയൻ്റെ കടക്കുപുറത്ത് മാറി നീക്കുക അങ്ങോട്ട്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ അദ്ദേഹം വന്നപ്പോൾ ഒരു നിർദ്ദേശമാണ്. അതിലൊക്കെ ഉപരിയായിട്ടാണ് ഈ സെക്രട്ടേറിയറ്റിലും നിയമസഭാ മന്ദിരത്തിലും ഒക്കെ ഉണ്ടായിരുന്ന നിയന്ത്രണം, പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കുണ്ടായിരുന്ന നിയന്ത്രണം. മാധ്യമ വിലക്ക് അത് അപ്രഖ്യാപിതമല്ല, പ്രഖ്യാപിത മാധ്യമ വിലക്ക് തന്നെയായിരുന്നു. അതായത് നമുക്കറിയാം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കസേരയിൽ ഒരുത്തം കയറിയിരുന്നു. അതെ, വലിയ വാർത്തയായിരുന്നു. മുഖ്യമന്ത്രിയുടെ കസേരയിൽ പുറത്തുനിന്ന് വന്ന ഒരാൾ കയറിയിരുന്നു. അദ്ദേഹം മാനസിക ദൗർബല്യമുള്ളയാളാണ്. അപ്പോൾ അയാളെ ഒന്നും ചെയ്യരുതെന്ന് പോലീസ് നിർദ്ദേശം കൊടുത്ത് അയാളെ അടുത്ത മാനസികാരോഗ്യ കേന്ദ്രത്തിലൊക്കെ കണ്ട് മാറ്റുകയാണ് അന്ന് ചെയ്തത്. അതുപോലെ മാത്രമല്ല, ഈ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുറിയിൽ, അദ്ദേഹത്തിൻ്റെ മുമ്പിലും പുറകിലും എല്ലാ ആൾക്കാർ വന്ന് നിൽക്കുകയാണ്. ഓരോരുത്തരെയും ശുപാർശക്കാരെയുമായിട്ട് ഓരോ നേതാക്കൾ വരും. ഈ നേതാക്കളെ എല്ലാം ഉമ്മൻചാണ്ടിക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം അവരെല്ലാം പേരെടുത്ത് പറയും എന്താണ് ആവശ്യം, അപ്പം തന്നെ അദ്ദേഹം അത് കൈകാര്യം ചെയ്ത് അദ്ദേഹം അങ്ങനെ ഒരു ജനസമ്പർക്കം അല്ലെ ഒരു ജനക്കൂട്ടത്തെ ആസ്വദിച്ചിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ശ്രമിച്ചത് അതിനൊരു മാറ്റം വരുത്താനാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് എന്ത് ചെയ്തു, ഈ സെക്രട്ടേറിയറ്റിലെ തള്ളിക്കയറ്റം ഒഴിവാക്കുക, അപ്പോയിൻമെൻ്റ് എടുത്ത് വന്ന് കാണുക, അങ്ങനെ ഇതിനൊരു സിസ്റ്റം കൊണ്ടുവന്നു. അത് കോൺഗ്രസിന് അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ സാധിക്കുകയില്ല. പിണറായി വിജയൻ അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ അത് ഉമ്മൻചാണ്ടിയെ വെച്ച് താരതമ്യം ചെയ്ത് പിണറായി വിജയനെ ഇത്തരം ഒരു കാർക്കശ്യക്കാരനാണെന്നുള്ള രീതിയിലേക്ക് മാറ്റി. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ളവർ പിണറായി വിജയനിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാൻ വേണ്ടി തീർത്ത ഒരു കവചം ഉണ്ടായിരുന്നു. ആ കവചത്തിന് ഇപ്പുറം നിന്ന് നമുക്ക് കാര്യങ്ങൾ സാധിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ജനത്തിന് ഇദ്ദേഹത്തോട് ഭയങ്കര എതിർപ്പായി. അവരപ്പോൾ താരതമ്യം ചെയ്ത ആരാണ്? ഉമ്മൻചാണ്ടിക്കാരനായിട്ട്. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇപ്പം നമുക്കറിയാം, വി ഡി സതീശൻ എപ്പോഴും ഒരു സൗഹൃദപരമായി പെരുമാറുന്ന ഒരാളാണ്. പിണറായി വിജയനെ പോലെ കൃത്രിമച്ചിരിയുള്ള ആളല്ല. പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം അറിയത്തില്ല, ഒരു മണിക്കൂറാണ് അതിന്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നതെങ്കിൽ 3/4 മണിക്കൂർ അദ്ദേഹം പ്രസംഗിക്കും, ബാക്കി 15 മിനിറ്റ് കൈരളി ചോദിക്കും, അവരുടേതായ ആൾക്കാർ മാത്രം ചോദിച്ചു. അതെ, അതായത് ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ അനുസരിച്ചുള്ള ഒരു വാർത്താ സമ്മേളനമാണ് നടന്നു. വഴിയിൽ കൊണ്ട് ക്യാമറ വെച്ചാൽ അല്ലേ ഇത് വെച്ചാൽ അദ്ദേഹം പ്രതികരിക്കത്തില്ല. ഇന്നേ വരെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വഴി അന്നേരമാണ് മാറി നിൽക്കുക അങ്ങോട്ടെന്നും കടക്ക് പുറത്തെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞത് അന്നേരമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് ഒരു കാര്യം എഴുതി നോക്കാതെ വായിച്ച് നോക്കാതെ ഈ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് ഇടയ്ക്ക് നമുക്കറിയാം VS പിന്നെ UDF സർക്കാരിൻ്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് VSന് ഇവർ നിയന്ത്രണം ഏർപ്പെടുത്തി. VSൻ്റെ പ്രസ്താവനകൾ പലതും വിവാദമായപ്പോൾ VSന് നിയന്ത്രണം ഏർപ്പെടുത്തി. VSനുള്ള പ്രസംഗങ്ങൾ ഇവർ സെൻസർ ചെയ്യാൻ തുടങ്ങി, എഴുതി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സംഭവമാണ് VSൻ്റെ അവസാനം നടന്നത്. VS വലിയ യോഗങ്ങളിലൊക്കെ പോയി പ്രസംഗിക്കുമ്പോൾ ഇത് മാത്രമേ പറയാവൂ എന്നുള്ളത്. പക്ഷേ അദ്ദേഹം വിലക്ക് ലംഘിച്ച് സ്വന്തം കയ്യിൽ നിന്നിട്ട് പലയിടത്തും പുള്ളി പ്രസംഗിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞതുപോലെയാണ് പിണറായി വിജയന് ഈ മാധ്യമ സമ്മേളനത്തിൽ പറയാനുള്ള കാര്യങ്ങൾ മൊത്തം അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറിമാർ തയ്യാറാക്കി കൊടുക്കും. അദ്ദേഹം അത് നോക്കി വായിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതല്ലാതെ വരുന്ന ചോദ്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ സാധിക്കില്ല. അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇദ്ദേഹം ചൂടാവും. ഈ പിന്നെ മാധ്യമ സമ്മേളനം നടക്കുകയാണ്. മാധ്യമ സമ്മേളനം നടക്കുമ്പോൾ ഇതുപോലെ ഈ പറഞ്ഞ പോലെ മുൻകൂട്ടി തയ്യാറാക്കിയത് കൈരളിക്കാരും ദേശക്കാരും ചോദിച്ചിട്ട് എണീറ്റ് പോയി. അവിടുത്തെ 24ൻ്റെ റിപ്പോർട്ടർ ദേഷ്യപ്പെട്ട് അയാൾ ചോദിച്ചു, നിങ്ങൾ ഇത് മുൻകൂട്ടി തയ്യാറാക്കിയത് കേൾക്കാൻ ഞങ്ങൾ വന്ന് നിൽക്കും, ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. അന്ന് പിണറായി തിരിച്ചു വന്ന് ദേഷ്യപ്പെട്ട് ഏതാണ്ട് പറഞ്ഞിട്ട് പോയി. അപ്പോഴും അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? തിരിച്ചവിടെ വന്നിരുന്നു, ശരി നിങ്ങളുടെ ചോദ്യം ചോദിക്കൂ, ഞാൻ മറുപടി പറയാം എന്ന് പറഞ്ഞു. അതും ഗതികെട്ടാണ് അദ്ദേഹം അവിടെ വന്നത്. കാരണം ഇലക്ഷൻ സമയമാണ്, എങ്ങനെയെങ്കിലും ആ ഒരു ഇമേജ് നിലനിർത്താൻ വേണ്ടി ഗതികെട്ട് വന്ന് തിരിച്ചു. അതെ, ഊരിക്കൊണ്ട് പോകാനാണ് ശ്രമിച്ചത്. ആ സമയത്ത് അദ്ദേഹം അത് ഊരിക്കൊണ്ട് പോകാനാണ് ശ്രമിച്ചത്. അങ്ങനെ പോകാൻ നിൽക്കുമ്പോഴാണ് പിന്നെ മാധ്യമപ്രവർത്തകർക്കിടയിൽ നിന്നും 24ൻ്റെ ആണെന്ന് തോന്നുന്നു ജയശങ്കറാണ് ചോദിക്കുന്നത്, അങ്ങനെ അങ്ങ് പോയാൽ പറ്റുമോ, ഞങ്ങളുടെ ചോദ്യങ്ങൾ കൂടെ മറുപടി പറഞ്ഞിട്ട് പോകണ്ടേ. അതിനെ വലിയ വിമർശനം ഇവിടെ മാധ്യമപ്രവർത്തകർക്കിടയിൽ തന്നെയുണ്ട്. അങ്ങനെ ചോദിക്കാൻ പാടില്ല. മാത്രമല്ല, ചോദിച്ച റിപ്പോർട്ടർ കോൺഗ്രസ്സുകാരനാണെന്നുള്ള രീതിയിൽ ആ രീതിയിലേക്ക് അത് മാറ്റി. അതൊന്നും അല്ല. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്?
ശരി, നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത് എന്നോട് ചോദിക്കും, ഞാൻ മറുപടി പറയാം. അവിടെയാണ് ഒരു മുഖ്യമന്ത്രിയുടെ അതുപോലെയാണ് അന്ന് നമ്മുടെ കോന്നിയിലെ പ്രസംഗം, വീട്ടിൽ പോയി അതിന് അന്ന് ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രസംഗമാണ് അന്ന് പകരം ഒന്ന് വൈറലായത്. സത്യത്തിൽ ഇടുക്കിയിലൊരു ബിവറേജുകളുടെ കുറേ പിന്നെ വിൽപ്പനശാല അടച്ചുകൂട്ടാൻ ഉള്ള UDF സർക്കാരിൻ്റെ കാലത്തെ നീക്കമാണ്. അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ഒരാൾ വിളിച്ചു വെച്ചു, ഞങ്ങളുടെ ഇവിടുത്തെ ബിവറേജ് അടയ്ക്കല്ലേ സാറേ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ് ഇല്ല. അപ്പോൾ ഇത് ഇവിടെയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇദ്ദേഹത്തോടാണെങ്കിൽ? പിണറായി വിജയൻ ഒരു ഇമേജ് തീർത്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഞാൻ എന്തോ സംഭവമാണ്, എന്നോട് ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം എന്ന് വെച്ചാൽ ആരും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു വ്യക്തിത്വമായിട്ട് അദ്ദേഹം. പക്ഷേ VD സതീശൻ അങ്ങനെയല്ല. എല്ലാവരോടും സൗഹാർദ്ദപരമായിട്ട് VD സതീശൻ ഓരോ ചോദ്യത്തിനും മറുപടിയുണ്ട്. VD സതീശൻ്റെ വാർത്താ സമ്മേളനങ്ങളിൽ ഒരുപാട് തവണ ഇരുന്നിട്ടുള്ള ആളാണ് ഞാൻ. ഇരുന്നിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിനൊപ്പം ഡയസിൽ ഇരുന്നിട്ടുണ്ട്. ഞാൻ പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ മീറ്റ് ദ പ്രസ് പോലുള്ള പരിപാടി നടക്കുമ്പോൾ ഞങ്ങൾ ഇദ്ദേഹം അവിടെ ഇരിക്കും, അപ്പുറം ഇപ്പുറം പ്രസ് ക്ലബിൻ്റെ ഭാരവാഹികളായിരിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ സദസ്സിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന മറുപടികൾ അദ്ദേഹം അവിടെ ഇരുത്തും. കാരണം ഒരു ദിവസം ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ദേശാഭിമാനിയുടെ ലേഖകൻ 5 ചോദ്യം ചോദിച്ചു. 5 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം പുള്ളി പറഞ്ഞു, നിങ്ങൾ 5 ചോദ്യം ചോദിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് അവസരമില്ല, ഇനി ഇവിടെ ചോദ്യം ചോദിക്കാത്തവരുണ്ട്, അവർ ചോദിക്കട്ടെ. മനസ്സിലായി? അത് വളരെ സഹിഷ്ണുതയോടെയാണ് പറഞ്ഞത്. അപ്പം കാരണം നിങ്ങൾക്ക് ആവശ്യത്തിന് സമയം തന്നു, അല്ലാതെ അവിടെ വീക്ഷണത്തിൻ്റെ ലേഖകനെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കുകയല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ദേശാഭിമാനി ലേഖകനും കൈരളി ലേഖകനും ആവശ്യത്തിന് സമയം കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളവർക്ക് വേണ്ടേ, സമയം വേണ്ടേ? തീർച്ചയായും. അപ്പോൾ ഈ ഒപ്പം ഇരിക്കുന്ന ഞാൻ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നുണ്ട് അവിടെ നിന്ന്, അതിന് അദ്ദേഹം മറുപടി നൽകുന്നുണ്ട്, കൃത്യമായിട്ട് മറുപടി നൽകും. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ എന്തിനും മറുപടി പറയാൻ പ്രിപ്പയർഡാണ്. അത് കാര്യങ്ങളെ കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു മികവാണ്. അതിൽ അങ്ങനെ പഠിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെയാണ് അത് കൃത്യമായ ഒരു ഉത്തരം അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് തോമസ് ഐസക്കിനെ പോലെ വലിയ ബുദ്ധിജീവി, ശാസ്ത്രജ്ഞൻ, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അടിയറവ് പറഞ്ഞില്ലേ? അദ്ദേഹത്തിൻ്റെ മുന്നിൽ അടിയറവ് പറഞ്ഞു. അപ്പം ഇദ്ദേഹം ലോട്ടറി സമ്പാദന എന്നിട്ട് ഈ തോമസ് ഐസക്ക് വലിയ സാങ്കേതിക പദങ്ങളൊക്കെ ഉപയോഗിച്ചാണ് VD സതീശനെ നേരിട്ടത്. VD സതീശൻ കൃത്യമായി മറുപടി കൊടുത്തോടെ തോമസ് ഐസക്കിന് ഉത്തരം മുട്ടി ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിൽ ഉള്ള നിയന്ത്രണങ്ങൾക്ക് ഇളവ് വരും, അയവ് വരും എന്നാണ്. കാരണം മറയ്ക്കാനൊന്നുമില്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഏതാ ഈ വിലക്കുകളുടെ ആവശ്യമില്ല. അപ്പോൾ VD സതീശൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ ഭയമില്ല, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, ചോദ്യങ്ങൾക്ക് മറുപടി അറിയാം. കാരണം പിണറായി വിജയൻ്റെ പ്രശ്നം എന്താ? പിണറായി വിജയൻ അവിടെ നടക്കുന്ന ഒന്നും അറിയുന്നില്ല. അവിടെ നടക്കുന്ന ഈ ശിവശങ്കർ എന്ന് പറയുന്ന പഴയ പുള്ളിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, ഇയാൾ മരപ്പൊട്ടനാണെന്ന് പറഞ്ഞതാണ്. അതുപോലെ കഴിഞ്ഞിടയ്ക്കും ആരോ പറഞ്ഞു പിണറായി വിജയൻ ഇവിടെ നടക്കുന്ന ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞു. അല്ലേ, നമുക്ക് വന്ന ഇൻ്റർവ്യൂ വന്ന ആരോ IAS ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞത്. അതെ, അവിടെ നടക്കുന്ന അദ്ദേഹം അറിയുന്നില്ല. അദ്ദേഹത്തിനെ ഇവർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പം പൊളിറ്റിക്കൽ സെക്രട്ടറി, അതുപോലെ കിഫ്ബിയുടെ CEO, അവരൊക്കെ ഇദ്ദേഹത്തിന് എന്താണെന്ന് ഇവർ മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്താണ് സംഭവം? ഇത് ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ച് മറുപടി പറയാൻ നോട്ടില്ലാതെ സാധിക്കാത്ത ആളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെ അകറ്റി നിർത്തിയത്. പക്ഷേ VD സതീശന് അതിൻ്റെ ആവശ്യം വരുന്നില്ല. മാധ്യമങ്ങളെ മാറ്റി നിർത്തിയാലും തന്നെ നമ്മൾ പൊതുജനങ്ങൾക്ക് എത്രമാത്രം അദ്ദേഹം ആക്സസബിൾ ആയിരുന്നു എന്നുള്ളത് അല്ലായിരുന്നു. ഒരാൾക്കും അദ്ദേഹം ആക്സസബിൾ അല്ലായിരുന്നു. അതിന് അവസാന നിമിഷം കൊണ്ടുവന്ന് അദ്ദേഹം ആ ഇമേജ് ഒന്ന് മാറ്റാൻ ശ്രമിച്ചു. അതാണെങ്കിൽ അത്രയും നാൾ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ അബദ്ധമായി. ആ ഒറ്റ ഇമേജ് മാറ്റത്തിലാണ് ഈ പാർട്ടി തകർന്നു പോയത്. അവിടെയാണ് സംഭവിച്ചത്. എന്താണെങ്കിലും നമുക്ക് ഒരു കാര്യം അറിയാം, ഈ VD സതീശന് മാധ്യമങ്ങളെ നേടുന്നതിന് ഭയമുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ എഴുതി കൂട്ടി തയ്യാറാക്കിയതുപോലെ ആയിരിക്കില്ല. സെക്രട്ടേറിയറ്റിൽ മാധ്യമങ്ങൾക്ക് പ്രവേശനം ഉണ്ടാവും. എല്ലായിടത്തും ഇതിനൊരു രീതിയിൽ മാറ്റം വരാനുള്ള സാധ്യതയാണ് കാണുന്നത്.